നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെല്ലുലോയിഡിന്റെ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിട്ടുള്ള കൈലാഷ് മേനനാണ്. ഹായ് ചേട്ടാ, വെൽക്കം. സോ ഹാപ്പി ടു ഹാവ് യു. എൻ്റെ കുറച്ചധികം ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ക്രിയേറ്റർ ആണ് ചേട്ടൻ. ഒരുപാട് സന്തോഷം. ചേട്ടന് പൊതുവെ അങ്ങനെ ഭയങ്കര ഒരു റൊമാൻറ്റിക് മെലഡി ആയിട്ടുള്ള സോങ്സ് കമ്പോസ് ചെയ്യാനായിട്ടാണോ ഇഷ്ടം? ഫോർ എക്സാമ്പിൾ ജീവാംശമായി. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാ പാട്ടുകളും എല്ലാ മ്യൂസിക്കും ചെയ്യാൻ താല്പര്യമുള്ളൂ. ഈ പറഞ്ഞ പോലെ ചില സോങ്സ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ചില സോങ്സ് ശ്രദ്ധിക്കപ്പെടുമ്പം നമ്മൾക്ക് ആൾക്കാർക്ക് പൊതുവെ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജോണർന്ന് ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി എപ്പോഴും കുറച്ച് കൂടുതലാണ് എപ്പോഴും. അപ്പോൾ എനിക്കൊന്ന് ബാക്ക് ടു ബാക്ക് ചില റൊമാൻറ്റിക് സോങ്സ് ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് എന്ന് വെച്ചാൽ സെയിം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതേ മൂവീസിലെല്ലാം വേറെ കൈൻഡ് ഓഫ് സോങ്സും ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന പ്രോജക്ട്സിലും പല കൈൻഡ് ഓഫ് സോങ്സ് ഉണ്ട്. പക്ഷെ ഇത്തരം സോങ്സ് മേ ബി ചിലപ്പം നമ്മളറിയാതെ നമ്മുടെ സ്ട്രോങ് സോൺ ചിലപ്പോൾ അതായിരിക്കാം. നമ്മളെല്ലാ പാട്ടും ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഐഡന്റിറ്റി വരുന്നത് ചിലപ്പം ഇത്തരം റൊമാൻറ്റിക് സോങ്സിൽ ആയതുകൊണ്ടായിരിക്കാം ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ആൾക്കാർ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിയേറ്റേഴ്സിന് ലൈക്ക് നോർമലി ആ ഒരു ഏരിയനോടൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഇത് വരുമോ? അങ്ങനെ വരില്ല, അങ്ങനെയില്ല. നമ്മൾ ബേസിക്കലി ഏത് മൂവിക്ക് വേണ്ടിയാണല്ലോ മ്യൂസിക് ചെയ്യുന്നത്. ആ മൂവി റിക്വയർ ചെയ്യുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരിക്കലും നമുക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ജോണർ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനിത് കൂടുതൽ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഡയറക്ടറാണല്ലോ സിറ്റുവേഷൻ തീരുമാനിക്കുക. ആ സിറ്റുവേഷന് വേണ്ടി നമ്മൾ മ്യൂസിക് ചെയ്യുമ്പം ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷൻ ഏറ്റവും നന്നായിട്ട് ചേരുന്ന രീതിയിൽ മ്യൂസിക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മ്യൂസിക് ഡയറക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോങ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അല്ലാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇൻക്ലിനേഷൻ ഒന്നും ഇല്ല. ഡയറക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഏറ്റവും ചേരുന്ന മ്യൂസിക് ഇപ്പം ചേട്ടനിപ്പോൾ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ക്രിയേറ്റേഴ്സിന് അവരുടെ മ്യൂസിക് ഇറക്കാനായിട്ട്. അപ്പം ചേട്ടനൊക്കെ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഗിഗില് സംഭവം ഇല്ല. അപ്പം ചേട്ടന് തോന്നിയിട്ടുണ്ടോ ആ സമയത്ത് ഇത് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഒരു ഇതിലായി പോയേനെ എന്ന്? ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഒരു മ്യൂസിക് ആൽബം ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മ്യൂസിക് ലൈഫ് തുടങ്ങുന്നത്. അതെ, സ്കൂളിൽ പഠിക്കുമ്പോൾ. അന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നൊന്നല്ല പറയാ, മ്യൂസിക് ആൽബംസ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അന്നത് ചെയ്ത് തുടങ്ങി. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ അഡ്വർടൈസ്മെന്റ് മ്യൂസിക് ചെയ്തു. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ സിനിമയിലോട്ട് വന്നു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമയിലോട്ടുള്ള വരാനായിട്ട് എനിക്ക് ഒരുപാട് സമയം എടുക്കാനുള്ള കാരണം, നമ്മൾ വിശ്വസിച്ച ഒരാൾ ഒരു വർക്ക് തരണമെങ്കിൽ അവർ നമ്മുടെ വർക്ക് കേൾക്കണം. അപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സിനാരിയോ ഇന്നത്തെ പോലെ അത്രയ്ക്ക് ഓപ്പൺ അല്ല. അപ്പോൾ നമുക്ക് അവസരം കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മെയിൻ സ്ട്രീമിലോട്ട് വരാൻ കുറെ കൂടെ എളുപ്പമാണ്. നമ്മൾക്ക് ആരും നമുക്ക് അവസരം തരണം എന്ന് നിർബന്ധമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഒരു സോങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത് എത്തിക്കാനുള്ള വഴികൾ ഇന്നുണ്ട്. അതെ, കുറച്ചുകൂടെ എളുപ്പമാണ്. കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടാനും നമുക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനും. നമുക്കിപ്പോൾ ഒരു മൂവി ഫീൽഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലത്തെ ഡയറക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിക്കാൻ ഒരു പോർട്ട്ഫോളിയോ വേണമല്ലോ. ആ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് കുറച്ചുകൂടെ എളുപ്പമാണ്. കുറച്ചുകൂടെ ടെക്നോളജിയൊക്കെ കുറെ കൂടെ ആക്സസിബിൾ ആയി. എല്ലാവർക്കും വീട്ടിലിരുന്ന് പാട്ടുണ്ടാക്കാൻ പറ്റുന്നുള്ള സിറ്റുവേഷനൊക്കെ വന്നപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒന്ന് ബിഗിൻ ചെയ്യാനോ ആരെയും കാത്തു നിൽക്കണ്ട, ആരും അവസരം തരാനായിട്ട് കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ മൂവിയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസോ നമുക്ക് ബാക്ക് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ മൂവിയിലോട്ടൊരു എൻട്രി കിട്ടൂ. പക്ഷെ ആ എൻട്രി കിട്ടാനായിട്ടുള്ളൊരു ബ്രിഡ്ജായിട്ട് ഇന്ന് ഇത്തരം പാട്ടുകളും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും മൂവീസ് പോലും അല്ല താല്പര്യം എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒരുപാട് പേർക്ക് മൂവി ചെയ്യണമെന്നൊന്നും ഇല്ല. അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സോങ്സ് ചെയ്യുക, മ്യൂസിക് ചെയ്യുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അൾട്ടിമേറ്റ്ലി മൂവിയാണ് എല്ലാം എന്നൊന്നും ഇപ്പൊ ഇല്ല അങ്ങനെ. ഇപ്പൊ ചേട്ടൻ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനെ നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ കൊണ്ട് കാണിക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ചേട്ടൻ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണോ സ്വന്തമായിട്ട് ആ 16-ാം വയസ്സിലൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്തത്? അന്നൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശിച്ച് ചെയ്തൊന്നുമല്ല. അന്ന് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ആൽബംസ് ഇറങ്ങി ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു സമയമാണ്. ബാലഭാസ്കറിന്റെയും അതുപോലെ ഓർമ്മയ്ക്കായി എന്നുള്ള ആൽബം, നിനക്കായി, ഈസ്റ്റ് കോസ്റ്റിന്റെ ഒക്കെ ഒരുപാട് ആൽബംസ് ഇറങ്ങുന്ന സമയമാണ്.
അപ്പോൾ അത് കണ്ട് അതുപോലൊരു സംഭവം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ആണ് ചെയ്യുന്നത്. ടു യങ് ആണ്. അത് ക്ലാസ്സിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു പാട്ട് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫയറാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഫയറുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പാട്ട് ചെയ്തപ്പം എന്നാൽ പിന്നെ വൈ നോട്ട് മ്യൂസിക് ആൽബം എന്നുള്ള കോൺസെപ്റ്റായി. അങ്ങനെ ഒരു ആൽബം 8 പാട്ടുകൾ ചെയ്യുന്നു. ലൈക്ക് അത് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തപ്പോൾ അതിന്റെ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പാട്ട് ഫോം ചെയ്ത് വരുന്ന രീതി കണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. അപ്പോൾ അന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ട് പോകണം. അന്ന് തീരുമാനിച്ചു. ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലായപ്പം ആ ഫീൽഡ് തന്നെ ഉറപ്പിക്കണം, അത് തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനമായി. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് സിനിമ ചെയ്യണം അങ്ങനത്തെ ഒരു മൂഡ് വന്നത്. ലൈക്ക് ആ ഒരു പ്രോസസ്സ്, ആ ഒരു ആൽബം ചെയ്തപ്പം കിട്ടിയ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു പാഷൻ ഉണ്ടല്ലോ, അതാണ് സിനിമ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് ചോദിച്ചു. പിന്നെ സിനിമ ചെയ്യാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തു, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ മൈൻഡിൽ ഇതാണ് നമ്മുടെ ഫീൽഡെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് അന്നത്തെ ആ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും എക്സ്പീരിയൻസും ഒക്കെ നമുക്കൊരു കാരണമായി മാറി. ചേട്ടന് 16-17 വയസ്സുള്ളത് ലൈക്ക് ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്ക് ഏത് വർഷമായിരിക്കും? 2002-03 സമയത്താണ്. തീവണ്ടി ഇറങ്ങുന്നത് 2016-17-18 അല്ലേ? അപ്പം ഇത് ഒരു വലിയ ഗ്യാപ്പാണ് ചേട്ടന്റെ ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെട്ട് വരാനായിട്ട്. അതിനു മുമ്പും 2 ഫിലിംസ് വന്നിട്ടുണ്ടെങ്കിലും തീവണ്ടി പോലെ എത്ര ഹിറ്റ് ആയിരുന്നു ഇല്ല. 2 സിനിമ വന്നിട്ടില്ല. ഒന്ന് പകർനാട്ടം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്, അത് പക്ഷെ അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ഉള്ളൂ, പാട്ടില്ല. പിന്നെ സ്റ്റാറിംഗ് പൗർണമി എന്നൊരു മൂവിക്കാണ് മ്യൂസിക് ചെയ്തത് 2013. അത് പല കാരണങ്ങൾ കൊണ്ട് ഷൂട്ട് കംപ്ലീറ്റ് ആയില്ല, പാട്ടുകളും ഇറങ്ങിയില്ല. അപ്പൊ സി ചേട്ടാ, ഇതൊരു വലിയ ഗ്യാപ്പാണ്. ഒരു ഹിറ്റ് വരുന്നതിന് മുമ്പ് ഒരു ഫെയിലിയർ ചേട്ടൻ ഫേസ് ചെയ്തു ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറേ ചെയ്യാൻ കിട്ടുള്ളൂ. സ്റ്റിൽ ചേട്ടന് ആ ഒരു ഡ്രൈവ് വെച്ചിരുന്ന ഒരു പാഷൻ എന്തായിരുന്നു? ആ ഒരു അത് ഞാൻ ഈ പറഞ്ഞ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ആൽബം ചെയ്തപ്പം അല്ലെങ്കിൽ മ്യൂസിക് ആൽബം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഒരു ചെയ്യണം, നമ്മുടെ മ്യൂസിക് ആൾക്കാരിലോട്ട് എത്തണം എന്നുള്ള ഒരു അന്നത്തെ ഒരു പാഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ആക്ച്വലി കണ്ടിന്യൂ ചെയ്തത് മുമ്പോട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു സമയത്ത് എനിക്കൊരു 2007 ആയപ്പോൾ എനിക്കൊരു അഡ്വർടൈസ്മെന്റിന് മ്യൂസിക് ചെയ്യാനൊരു അവസരം കിട്ടി. അങ്ങനെ ആ ആഡ് ഞാൻ ചെയ്തത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട് പിന്നെ അഡ്വർടൈസ്മെന്റ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി, ഒരുപാട് ആഡ്സ് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആഡ്സ് ഇഷ്ടംപോലെ വന്ന ആ മേഖലയിൽ നമ്മൾ സ്ട്രോങ് ആയി ഒരു നെയിമായിട്ട് മാറിയപ്പം എൻ്റെ ഏറ്റവും വലിയ ഈ പറഞ്ഞ ആഗ്രഹം ഉണ്ടല്ലോ, അതായത് മ്യൂസിക് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആ പാഷൻ മുഴുവൻ അത് റിഫ്ലക്ട് ചെയ്തിരുന്ന ആഡ്സിലായിരുന്നു. ഓരോ ആഡ് ഇറങ്ങുമ്പോഴും ഞാൻ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും, ലൈക്ക് നമ്മൾ ചെയ്ത വർക്കാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിന് അയക്കും. അപ്പോൾ അതിലൂടെ നമ്മളൊരു സന്തോഷം കണ്ടെത്തിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഹാപ്പൻ ചെയ്യുക അല്ലെങ്കിൽ അത് ഇറങ്ങിക്കഴിഞ്ഞത് ക്ലിക്ക് ആവുക, ഹിറ്റ് ആവുക എന്നൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, കയ്യിൽ നിൽക്കുന്ന കാര്യം അല്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് വരേണ്ട ഒരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ ഇപ്പൊ ജീവാംശമായി അതുപോലെ തന്നെ എടക്കാട് ബറ്റാലിയനിലെ പാട്ടൊക്കെ ഹിറ്റ് ആയാലും ഓൾ ക്രെഡിറ്റ് ഗോസ് ടു യു. കാരണം ആ പാട്ടിന് എന്തോ ഒരു ഫ്രഷ്നെസ് ഉണ്ടെന്ന് അത് ഓക്കെ, മ്യൂസിക് ഇപ്പം ചെയ്തു, അത് ക്ലിക്കായി ഹിറ്റായി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് നന്നാവുന്നതിനോടൊപ്പം തന്നെ മറ്റു ഫാക്ടേഴ്സും കൂടെ അലൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഹിറ്റ് ആവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞൊരു വലിയൊരു മെയിൻ കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ, ആ പാട്ടിൽ ആര് അഭിനയിക്കുന്നു, അത് ഏത് മൂവിയാണ്, അതെങ്ങനെ ഇറങ്ങുന്നു എന്നുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്ന് വരുമ്പോഴേ ഇന്നത്തെ കാലത്ത്, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഒരു വളരെ ആവറേജ് മൂവിയോ ബിലോ ആവറേജ് മൂവിയോ ആണെങ്കിൽ പോലും പാട്ട് ഗംഭീര സോങ് ആണെങ്കിൽ അത് ഹിറ്റാവാറുണ്ട്. ഒരുപാട് സോങ്സ് നമുക്കറിയാം. അങ്ങനെ സിനിമ ഏതാന്ന് പോലും അറിയില്ലെങ്കിലും നമുക്കറിയാം പാട്ടുകൾ, ഹിറ്റായ പാട്ടുകൾ. കാരണം വെച്ചാൽ അന്ന് പാട്ടുകൾ ആൾക്കാരിലോട്ട് എത്തിയിരുന്നത് റേഡിയോയിലൂടെയും ടി വിയിലൂടെ ഒക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എത്തുന്നത് കാരണം ഏത് പ്രൊജക്റ്റാണ് ചെയ്യുന്നത്, ആരുടെ പ്രൊജക്റ്റാണ്, എന്താണ് എന്നൊക്കെയുള്ള കൂടെ അനുസരിച്ചിരിക്കും അതിന്റെ വിസിബിലിറ്റി. കാരണം അത്രയധികം കോണ്ടന്റ് ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് ഒരു പാട്ട് പലപ്പോഴും ഹിറ്റ് ആവാറുള്ളത്. അപ്പം ചേട്ടന്റെ ആദ്യത്തെ ഹിറ്റ് നമുക്ക് വേണ്ടിയിട്ട് 2 വരി ചേട്ടൻ പണ്ട് പാട്ടുകാരനാവാനായിട്ട് ആഗ്രഹിച്ചൊരു പിന്നീട് മ്യൂസിക് ഡയറക്ടർ ആയ ആളാണ്. അപ്പൊ ആ കഥയിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ഹിറ്റായ സോങ് ജീവാംശമായി എന്നുള്ള പാട്ട് തന്നെയാണ്. എൻ്റെ ഒരു 4 വരി ജസ്റ്റ് ഒന്ന് പ്ലീസ്. മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാമണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വച്ചിടാം വിലോലമായി. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും
മധുരിതമായിതാ നിറമേഴിൻ ചിരിയോടെ ഒളിമായാമഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ആ അനുരാഗം ഇപ്പൊ ചേട്ടൻ അല്ലേ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് ഓരോ തവണ എന്തെങ്കിലുമൊക്കെ പുതിയ ആ പാട്ടുണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഓരോ ലൈൻ കമ്പോസ് ചെയ്യുമ്പോഴും ലൈക്ക് പാടുമ്പോഴും ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ വരട്ടെ വന്നോട്ടെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഉണ്ടായതാണ്. അതാണ് ഒരുപാട് വേരിയേഷൻസ് ആ പാട്ടിലുള്ളത്. യെസ്, ബ്യൂട്ടിഫുൾ സോങ്. ശ്രേയാ ഘോഷാൽ പാടിയ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ആൾക്കാരൊന്ന് നോട്ട് ചെയ്തിരുന്നു. അത് ആ റെക്കോർഡിംഗ് കഴിഞ്ഞ ഉടനെ ശ്രേയാ ഘോഷാൽ ഒരു വീഡിയോ ക്ലിപ്പ് തന്നിരുന്നു, ആ പാട്ടിനെ പറ്റി പറയുന്ന ഒരു ക്ലിപ്പൊക്കെ. ആ ക്ലിപ്പിലൂടെ തന്നെ ആ പാട്ടിന്റെ ഒരു ചെറിയ ബിറ്റൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കുന്നതല്ല, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊന്നും കയറി ക്ലിക്ക് ആവുന്നൊന്നും. അതെ, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ് ഇത് ആൾക്കാർ ഏറ്റെടുക്കുക എന്നൊന്നും. മാത്രമല്ല ഞങ്ങളുടെ ഫുൾ ക്രൂ ഈ പാട്ടിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതെന്താ അതിന്റെ കഥ? ആർക്കും പാട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു പാട്ട് വർക്കാവുമോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഇത്തരം ഒരു സോങ് ആണ്, സോ അവർക്കത് കൊടുത്താൽ വർക്കാവാൻ സാധ്യതയുണ്ട്. അന്ന് അതിന് എൻ്റെ കൂടെ നിൽക്കാൻ ഡയറക്ടർ തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ് ആ പാട്ട് റിലീസായത്. അന്ന് ഇത്രയും ആൾക്കാരുടെ ഒരു പ്രഷർ കാരണം ശരിയാണ് ഇത് വർക്കാവില്ല എന്ന് ഡയറക്ടർ ഡിസൈഡ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാട്ട് ഒരിക്കലും പുറത്തിറങ്ങില്ലായിരുന്നു, നമുക്ക് കിട്ടില്ലായിരുന്നു നമ്മളെ ജീവാംശമായി. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പം ഇത്രയും പേര് ഇത് വർക്കാവില്ല എന്ന് പറയുമ്പോഴും ചേട്ടന് ആ ഒരു പാട്ടിലുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ആക്ച്വലി എന്തായിരുന്നു? അതെന്തായിരുന്നു വെച്ചാൽ നമ്മള് ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലാതെ ഒരു ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഞാൻ പാട്ട് എപ്പോഴും കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എനിക്കൊന്ന് ലാസ്റ്റ് 2008 രീതി കൗള ബേസ് ചെയ്തിട്ട് കൺകിലരണ്ടാൽ എന്നൊരു സോങ് വന്നത്. അതിനുശേഷം അങ്ങനത്തെ ഒരു ആ രാഗം ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്തരം സോങ്സ് വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേൾക്കാൻ പറ്റുന്ന ഒരു സോങ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള പാട്ടുകൾ ലാസ്റ്റ് ഒരു 10 years വളരെ കുറവ് വന്നിരുന്നത്. പക്ഷെ നമ്മൾ ആരുടെ അടുത്ത് ചോദിച്ചാലും, നമുക്കറിയാവുന്ന ഏതൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചാലും ആരുടെ അടുത്ത് ചോദിച്ചാൽ അവരെപ്പോഴും പറയുന്ന കാര്യം 90s സോങ്സ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം കേൾക്കാൻ, early 2000s സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ബേസിക്കലി അപ്പം എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളത് അങ്ങനത്തെ ഒരു സോങ് ആണ്, എന്നാൽ അങ്ങനത്തെ പാട്ട് ഇറങ്ങുന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അത്തരം ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ, ആ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ഒരു സോങ് വന്നാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള, ഓഡിയൻസിന് മേ ബി സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർക്കോ അവരുടെ അഭിപ്രായത്തിന് എന്തായിരിക്കും അറിയില്ല, ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പല പാട്ടുകൾ ഹിറ്റായ പാട്ടുകളുടെ ഫോമിൽ എന്താണ്, എന്തുകൊണ്ടത് ഹിറ്റായി എന്നൊക്കെ നമ്മളിങ്ങനെ സ്റ്റഡി നടത്തുമല്ലോ, പുറത്തിരുന്ന് നമ്മളൊരു സ്റ്റഡി നടത്തുമല്ലോ, അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ചില ഐഡിയാസിൽ നിന്നാണ് അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തത്. ഓക്കെ, അപ്പം ഇത്രയും മ്യൂസിക്കിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ചേട്ടൻ പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് ചേട്ടൻ്റെ ഒരു പേഴ്സണൽ മ്യൂസിക് ജേർണിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാം. ചേട്ടൻ എത്ര വയസ്സ് തൊട്ടിട്ട് ആ പാട്ട് പഠിച്ചു തുടങ്ങിയത്? ഞാൻ ശരിക്ക് മ്യൂസിക് പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെ. അപ്പൊ എന്നെ വീട്ടിൽ ചെറുപ്പത്തിൽ നിർബന്ധിച്ച് വിടുമായിരുന്നു. അപ്പൊ ഞാൻ അതേപോലെ പയ്യെ നിർത്തി. അതിന് സ്വയം താല്പര്യം തോന്നിയത് ഒരു 6ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് തനിയെ മ്യൂസിക് പഠിക്കണം എന്നൊരു ആഗ്രഹം വരുന്നതും പഠിക്കാൻ ജോയിൻ ചെയ്യുന്നതും. അതും ഈ പറഞ്ഞ പോലെ ഒരുപാടൊന്നും പഠിച്ചില്ല, ലൈക്ക് നമ്മളൊരു സ്കൂൾ കഴിയുന്നവരെയൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. അന്നാണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണെന്നറിയില്ല, അത് ഒരു ശരിയായൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. കീബോർഡാണെങ്കിലും എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് 3ാം ക്ലാസ് മുതൽ കീബോർഡ് പഠിക്കാൻ ചേർന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് എനിക്ക് എന്തെങ്കിലും ട്യൂൺ വായിക്കുക എന്നുള്ളതാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈഡ്, പഠിക്കുന്ന സൈഡ് വളരെ വീക്കും തനിയെ ചെയ്യുന്ന സൈഡായിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഒരു അക്കാഡമിക്കലി ബ്രൈറ്റ് ആയ സ്റ്റുഡൻറ്റിനേക്കാളും അന്നത്തെ കൈലാഷ് മികച്ചു നിന്നിട്ടുണ്ടായിരുന്നത് ക്രിയേറ്റിവിറ്റി സൈഡിലായിരുന്നു. അന്ന് അങ്ങനെ ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. പക്ഷെ അതാണ് ഒരു റൈറ്റ് വേ എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാനിപ്പോൾ ആരെങ്കിലും ഗൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ആ പഠിക്കേണ്ട സമയത്ത് അത് പഠിച്ചാൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സെയിം ടൈം ക്രിയേറ്റീവ് ആവാം ഡെഫിനറ്റ്ലി, പക്ഷേ ആ പഠിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും.
എനിക്ക് പക്ഷെ അങ്ങനെ ഗൈഡ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഈ ഫീൽഡിലുള്ളതല്ല. മ്യൂസിക് ടേസ്റ്റ് ആരുമില്ല, ഒരാളും ഫാമിലിയിലെ ഒറ്റ ആളും ഇല്ല. നമ്മുടെ ഒരു പാഷന്റെ പുറത്ത്, ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം അത് കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പൊ അന്ന് ആരെങ്കിലും ഗൈഡ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ കുറച്ചുകൂടെ കൃത്യമായി ഗൈഡ് ചെയ്തേനെ. നീ എന്തായാലും ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, ഈ സമയത്ത് പഠിക്കുന്ന സമയത്ത് അത് പഠിക്കും കൂടെ ചെയ്താൽ വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് ഓവർ ദ ടൈം നമ്മൾ പോകുമ്പം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായി എന്തെങ്കിലും മാറും. അത് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു റിഗ്രറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മേ ബി പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്യാൻ പറ്റിയാലേ എന്നുള്ളൊരു തോന്നൽ വരാം. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. കാര്യം ഇപ്പോൾ ഹാൻസ് സിമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോളിവുഡിലത്തെ ഏറ്റവും വലിയ കമ്പോസർ, മ്യൂസിക് പഠിച്ച കമ്പോസർ ഒന്നും അല്ല. ഇപ്പം ഞാൻ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഗോപിച്ചേട്ടൻ്റെ കൂടെ, ഗോപി സുന്ദറിൻ്റെ കൂടെ. പുള്ളി മ്യൂസിക് പഠിച്ചൊരു ആളൊന്നും അല്ല, ഇതെല്ലാം സ്വയം ചെയ്ത. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. സെയിം ടൈം 8th grade ട്രിനിറ്റി കോളേജിൽ നിന്ന് പിയാനിസ്റ്റായിട്ട് പാസ്സായി മ്യൂസിക് ചെയ്യുന്ന കമ്പോസേഴ്സും ഉണ്ട്. ഇപ്പോൾ റഹ്മാൻ സാറൊക്കെ ആണെങ്കിൽ മ്യൂസിക്കിൻ്റെ പഠിക്കാവുന്ന എല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും ഉണ്ട്. ഒരിക്കലും ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷെ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഗുണങ്ങളുണ്ട്. സെയിം ടൈം പഠിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റക്കായി പോവാതിരിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ പഠിച്ചു കഴിഞ്ഞിട്ട് ആ പഠിത്തത്തിൻ്റെ ഫ്രെയിമിൽ പെട്ടുപോയതുകൊണ്ട് മാത്രം അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ആൾക്കാരും നമുക്കറിയാം. അപ്പോൾ ഇതിനൊരു ഫിക്സഡ് ആയിട്ട് റൂളൊന്നുമില്ല. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും വർക്ക് ആവുന്നത് ഫോളോ ചെയ്യാത്രേ ഉള്ളൂ. ഐ തിങ്ക് ഇപ്പൊ ചേട്ടൻ പരാമർശിച്ചിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ചേട്ടന്റെ ഫേവറേറ്റ് ആയിരിക്കും എന്ന്. അപ്പം ചേട്ടന് പൊതുവെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ചേട്ടന്റെ ആയിരിക്കാം, അല്ലാതിരിക്കാം, എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്. ഞാനത് പറഞ്ഞാൽ മതിയോ അതോ പാടാൻ പറ്റുമെങ്കിൽ ഹാപ്പി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സോങ്സ് ഉണ്ട്. പല പാട്ടുകളും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എനിക്ക് പാടാൻ പോലും പറ്റാത്ത അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ കമ്പോസറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ റഹ്മാൻ സാറിന്റെ ആണെങ്കിൽ കണ്ണാളനെ എന്നുള്ള സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ പാടിയ ശരിയാവില്ല. അതെ, ഇളയരാജ സാറിന്റെ ഒരുപാട് സോങ്സ് ഇഷ്ടമാണ്. ഞാൻ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഔസേപ്പച്ചൻ സാർ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ എത്തിയ ശേഷം ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെയാണ് തുടങ്ങുന്നത്. അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിപ്പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളൊരു സോങ് എന്ന് വെച്ചാൽ മൗനം സ്വരമായി എന്നുള്ള സോങ് ആണ്. അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ, അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ, നീരവരാവിൽ ശ്രുതി ചേർന്നുവെങ്കിൽ കളരവമായി നരനാനന. ഇപ്പം യങ് ഏജിൽ ഇപ്പം ഔസേപ്പച്ചൻ സാറിനെ പോലെ ഒരു വെറ്ററൻ മ്യൂസിക് ഡയറക്ടറുടെ കൂടെ അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി, ഗോപിച്ചേട്ടനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ചേട്ടൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അതായത് എനിക്ക് തോന്നുന്നു അവരുടെ ഒന്നും മ്യൂസിക് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവരോട് വർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ മ്യൂസിക് അല്ലെങ്കിൽ എങ്ങനെ ക്ലയൻറ്റിനെ ഡീൽ ചെയ്യാം, അതുപോലെ എങ്ങനെ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ചെയ്യാതിരിക്കാം. അതായത് നമ്മളിപ്പം എത്ര വലിയൊരു ആളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഈ അപ്രോച്ച് വേണ്ട എന്ന് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ വേണമെന്നും തോന്നും, വേണ്ടാന്നും തോന്നാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ മ്യൂസിക് ആൽബം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെയിം ടൈം അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ വിചാരം നമ്മൾ ഭയങ്കര സംഭവമാണ്, ഏജന്റേതായിട്ടുള്ള വിചാരം. അത് ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അറിയാം. ഇപ്പം മ്യൂസിക് ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാർ മ്യൂസിക്കിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുന്നു. സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സിനിമയെ പറ്റി കമൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര മോശമായിരിക്കും. എന്താ ഇവനെ എടുത്ത് വെച്ചേക്കണേ എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. പക്ഷെ അതിലോട്ട് ഇറങ്ങി തിരിച്ച് ലൈക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാവുക. അപ്പം എൻ്റെ വിചാരം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നായിരുന്നു വിചാരം. പക്ഷെ ഞാൻ ഔസേപ്പച്ചൻ സാറിനോട് ജോയിൻ ചെയ്ത് ഗോപി സുന്ദറിൻ്റെ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇനിയും എക്സ്പീരിയൻസ് കിട്ടാനുണ്ട്. സ്ലോ ആയിട്ട് ഇത്തരം അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ വർക്ക് ചെയ്ത് പയ്യെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് സിനിമ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ഒരു റിയലൈസേഷനൊക്കെ ഉണ്ടാവുന്നത് ഇവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ്. നമ്മുടെ ഒരു ചെറിയൊരു രീതി പറഞ്ഞാൽ നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസ് പൊളിച്ചടുക്കി തരിക എന്ന് പറയില്ലേ, ആ രീതിയിലായിരുന്നു ആ എക്സ്പീരിയൻസ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ചേട്ടൻ്റെ ഓരോ ക്രിയേഷൻസിനെ പറ്റി പറഞ്ഞപ്പോഴും ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദ്യം അതൊരു
കേൾവിക്കാരനെ പോലെ അത് കേട്ടു നോക്കും എന്ന്. ചേട്ടന്റെ ഒരു ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് ചേട്ടന്റെ വൈഫാണോ? ഷീസ് എ ലോയർ. അപ്പം രണ്ടുപേരും ബട്ട് ചേച്ചി പാടും തോന്നുന്നു. പാടൊന്നുമില്ല, ഇല്ല, മൂളിപ്പാട്ട് പോലും തന്നെ ഇല്ല, പാടാൻ താല്പര്യമില്ല. ശരിക്കും ബിഗസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്നത് വൈഫും അമ്മയുമാണ്. ഇവർ രണ്ടുപേരുമാണ് എപ്പോഴും നല്ലതും മോശമാണെങ്കിലും തുറന്നു പറയുന്നത്. അവർക്ക് പിന്നെ നമ്മുടെ അടുത്ത് പറയാനായിട്ടൊന്നും മടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവര് പലപ്പോഴും വളരെ ഓപ്പൺ ആയിട്ട് പറയും ഇത് ശരിയായില്ല, അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന മ്യൂസിക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട് കേൾക്കുന്നതും അവർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ സ്പേസ് ഉള്ള ആൾക്കാരും അവർ തന്നെയാണ്. അതെ. ഈ മ്യൂസിക് ആൻഡ് ലോ രണ്ടും കൂടെ മിക്സ് ആയിട്ട് എങ്ങനെയാണ് വീട്ടിലെ ഒരു വൈബ്? അങ്ങനെ ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും രണ്ടുപേരുടേതായ സ്പേസ് ആദ്യം മുതലേ ഉണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ട കാലം മുതലാണെങ്കിലും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പേസ് കൊടുത്തുകൊണ്ടുള്ള ഒരു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ആർട്ട് ഫീൽഡിലുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഫാമിലി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. കാര്യം നമ്മുടെ മൈൻഡൊക്കെ ചില സമയത്ത് വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും, അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് അത് ഫങ്ഷൻ ചെയ്യുക. ചില ആൾക്കാർ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. ഞാൻ കുറച്ചുകൂടെ ഒരു ബാലൻസ് ഉള്ള ആളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചുകൂടെ ഉള്ള ഒരാളാണ്. പക്ഷെ ചിലർക്കത് അങ്ങനെയല്ല, ചിലർക്കത് എക്സ്ട്രീം ആയിരിക്കും. അതായത് അവർക്ക് ചിലപ്പം മറ്റു കാര്യങ്ങൾ അവരുടെ വർക്ക് ആർട്ടിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീടിനെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ഭാര്യയെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആർട്ടിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക, അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പോലും അല്ല, അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആർട്ടിസ്റ്റുകളെക്കാട്ടും കൂടുതൽ എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആർട്ടിസ്റ്റുകളുടെ പാർട്ട്നേഴ്സിനെയാണ് തോന്നുന്നത്. അതെ. ചേട്ടാ, അപ്പം എന്താണ് ഇനി വരാനുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഇപ്പൊ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തമിഴ് മൂവിയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു തമിഴ് മൂവിയാണ്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, പാട്ടുകളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മൂവിയുടെ. പിന്നെ ഇപ്പം ഒരു വെബ് സീരീസ് സോണി ലിവിന് വേണ്ടി ഒരു വെബ് സീരീസിന്റെ വർക്കും നടക്കുന്നുണ്ട്. പിന്നെ ഉർവശി ചേച്ചി അഭിനയിക്കുന്ന ഒരു മൂവിയുടെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടിരിപ്പുണ്ട്. അത് ഉടനെ റിലീസ് ഉണ്ടാവും. ഇതല്ലാതെ വേറെ പ്രോജക്ട്സിന്റെയും വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ഓൺ ബിസി ആൻഡ് പോകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ടു മോർ ബ്യൂട്ടിഫുൾ മ്യൂസിക് ഫ്രം യു. നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ് നമുക്ക് കിട്ടട്ടെ എന്ന്. ചേട്ടൻ്റെ ഇതേപോലെ ഇറങ്ങുന്ന ഓരോ പാട്ടുകളും നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ഗിഫ്റ്റ് മാതിരിയാണുള്ളത്. താങ്ക് യു മീനാക്ഷി, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ടൈം. കൂടുതൽ സിനിമാ താരങ്ങളുടെ വിശേഷങ്ങളും മൂവി അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhir signing off from Celluloid. Bye.